Hello guys, welcome to market analysis video. So മാർക്കറ്റിൽ ഫ്രൈഡേ ഉണ്ടായ ഒരു ഷാർപ്പ് സെല്ലിങ്ങിന് ശേഷം മാർക്കറ്റ് റിക്കവറി ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഫ്രൈഡേ ഉണ്ടായ ആ ഒരു സെല്ലിങ് ഓൾമോസ്റ്റ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ മാർക്കറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇന്നത്തെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടും അതുപോലെ ഞാനിവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടും നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഇന്നലെ നല്ലൊരു ബൈയിങ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഫ്രൈഡേയുടെ ആ സെല്ലിങ് കംപ്ലീറ്റ്ലി ഒരു റിവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. പക്ഷെ ഇന്ന് നിഫ്റ്റിയിലാണ് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടായത്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രെങ്ത് കുറവായിരുന്നു. ആദ്യം നല്ലൊരു സെല്ലിങ് തന്നു, പിന്നെ ആ സെല്ലിങ് റിവേഴ്സ് ആക്കി. പക്ഷെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യം നല്ലൊരു സെല്ലിങ് ഉണ്ടായെങ്കിലും പിന്നെ നല്ലൊരു റിക്കവറി മാർക്കറ്റിൽ ഉണ്ടായി. പിന്നെ ലാസ്റ്റ് അവറിലുണ്ടായ ഒരു സെല്ലിംഗ് ആണ് നിഫ്റ്റിയിൽ കാണിച്ചത്. സോ നമുക്ക് 50 മിനിറ്റ് ചാർട്ടിൽ പോയിട്ട് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞത്, അത് മാർക്കറ്റിൽ വർക്കായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇന്ന് അനാലിസിസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ നിഫ്റ്റിയുടെ 5 മിനിറ്റ് ക്യാൻഡിലേക്ക് പോവാം. ആദ്യം നിങ്ങൾ ഇന്നലത്തെ ചാർട്ട് നോക്കുക. ഇന്നത്തെ ചാർട്ട് അവോയ്ഡ് ചെയ്യുക. സോ ഇന്നലത്തെ ചാർട്ട് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ അതിനുശേഷം നമ്മൾ പറഞ്ഞ ലെവൽസുകൾ, ഈ ഒരു മുകളിലുള്ള ലെവൽസുകൾ, അതായത് 25,000 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം അത് പറയാൻ കാരണം മിനിഞ്ഞാന്ന് ഫ്രൈഡേ ഉണ്ടായ ഫാളിന് ശേഷം ആളുകൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായത് മാർക്കറ്റ് ഇനിയും താഴോട്ട് പോകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ ആളുകൾ കോൾ സെല്ലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. 25,000 നല്ല ഹ്യൂജ് ആയിട്ടുള്ള കോൾ സെല്ലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് ഇത്ര പെട്ടെന്ന് റിക്കവറി ആയപ്പോൾ ആ ഒരു സെല്ലേഴ്സ് ഒക്കെ അവരുടെ സെല്ലിംഗ് പൊസിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇന്നലെ കാണിച്ച ഒരു ലെവലിൽ ഇന്നലെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു താഴെ കാണുന്ന ഈ 25,000 കോൾ സെല്ലേഴ്സ് ഒക്കെ അവരുടെ ക്ലോസ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു താഴോട്ട് നെഗറ്റീവായിട്ട് വരുന്നത്. സോ അതിന് പകരം ഇന്ന് ഒരുപാട് ആളുകൾ 25,000 എന്ന ലെവലിൽ പുട്ടാണ് ഇപ്പം സെല് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ എക്സാക്ട്ലി ആ ഒരു കാൽക്കുലേഷൻ പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ 25,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു നല്ലൊരു ബൈയിങ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോയി ഓൾമോസ്റ്റ് 25,100 വരെ ക്രോസ് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ ഒരു റിവേഴ്സ് ആയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇനി നാളത്തേക്ക് വേണ്ടിയുള്ള മെയിൻ കാര്യങ്ങൾ നോക്കാനുള്ളത്, മാർക്കറ്റിൽ ഇന്നത്തെ ഈ ഒരു ഹൈ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇന്നത്തെ ഹൈ ലെവല് മാർക്കറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇനിയും ഒരു ബൈയിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ ഒരു 25,018 എന്ന ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിരുന്നു. മുമ്പത്തെ ഒരു സിങ് ഹൈ ആയിട്ട് അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 25,000 വൺ മിനിറ്റ് 1 ഡേ ചാർട്ടിലൊക്കെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് ആ ഒരു ലെവൽ. സോ അത് ഇന്ന് ബ്രേക്ക് ചെയ്തിട്ട് പക്ഷെ അത് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ നാളെ അതും വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ് സൈഡിലേക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത ലെവല് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. സോ ഈ ഒരു ഹൈ ആണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇന്ന് ബ്രേക്ക് ചെയ്തിരുന്നു, പക്ഷെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ നാളെ വീണ്ടും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സിങ് ഹൈ, അതായത് മാർക്കറ്റിന്റെ ആ ഒരു സ്ട്രക്ചർ മാറി അതൊരു ബുള്ളിഷിലേക്ക് മാറാനുള്ള പോസിബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു ലെവലിന് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇൻ കേസ് സെല്ലിങ്ങിലേക്ക് വരികയാണ്. സെല്ലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും ഈ 25,000 ക്രോസ് ചെയ്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ നിങ്ങൾക്ക് ഞാൻ വരച്ചൊരു ട്രെൻഡ് ലൈൻ കാണാം. ഇത് കഴിഞ്ഞ 2 ദിവസത്തെ മാർക്കറ്റിനെ ബേസ് ചെയ്ത് വരച്ചതാണ്. സോ ഈ ഒരു ലെവല് മാർക്കറ്റ് ഇൻ കേസ് ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് 25,000 ബ്രേക്ക് ചെയ്ത് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സെല്ലിംഗ് സൈഡ്, എന്നാൽ മാത്രമേ നമുക്ക് ഒരു സെല്ലിംഗ് സൈഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പോസിബിലിറ്റി
കൊടുക്കേണ്ടത് ബൈയിങ് സൈഡിന് മാത്രമാണ്. കാരണം ഇപ്പോൾ മാർക്കറ്റ് ഒരു ബൈയിങ് ട്രെൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് പ്രിഫറൻസ് ബൈയിങ് സൈഡുള്ള ട്രേഡിനാണ്. ഇൻ കേസ് മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനും ഈ 25,000 എന്ന മാർക്കും ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു താഴത്തെ ലെവൽ കൂടി, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്ലോസിംഗിൽ നമുക്ക് ടെസ്റ്റ്. സോ ആ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്ക് മാത്രം റിവേഴ്സൽ ട്രേഡിന് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അപ്സൈഡ് തന്നെ നോക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി, ഇതുപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാളെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് ഇപ്പൊ എക്സ്പയറി ഡേ കുറച്ച് നാളായിട്ട് വലിയ മൂവ്മെന്റ് ഒന്നും കാണിക്കില്ല. കഴിഞ്ഞ 2 ദിവസം നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. സോ ചിലപ്പോൾ നാളെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കാൻ നല്ലത്. ഇതുപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ, ഇപ്പം മുകളിൽ ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു ലെവൽ, ഇവിടെ 2 പ്രാവശ്യം മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തു, ഇവിടെ ടെസ്റ്റ് ചെയ്തു, ഇവിടെയും ടെസ്റ്റ് ചെയ്തു. സോ ഇനി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ടാർഗറ്റ് വെക്കേണ്ടത് ഈ ഒരു ലെവലാണ്. ഈ 51,500 എന്ന ലെവലിൽ ടാർഗറ്റ് ആയിട്ട് വെക്കാം. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ കുറേ ദിവസം മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് നിന്ന ഒരു റേഞ്ചാണ് ഈ 2 ലെവൽ. സോ നാളെ ഇതിന്റെ താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇത് രണ്ടാണ് ഞാൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെന്റുകൾ. സോ ബാങ്ക് നിഫ്റ്റിയിൽ അതുപോലെ നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സിംഗിൾ ലോ ക്രോസ് ചെയ്ത്, അതായത് മാർക്കറ്റ് ഇന്നുണ്ടായ ഈ ഒരു അപ്പ് മൂവ്മെന്റ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് ഇവിടെ വീണ്ടും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ്. സോ ഫസ്റ്റ് പ്രിഫറൻസ് നാളെ ബൈയിങ് സൈഡിനായിരിക്കുന്നത് നല്ലത്. കാരണം മാർക്കറ്റ് ബൈയിങ് സൈഡിലേക്ക് മൂവ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. അതല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മുടെ ലോവർ ലെവലിലേക്കുള്ള ഓരോരോ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം താഴേക്കുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ പറയുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.